എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാമത്തെ സീരീസാണ്. നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 5:2 നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തു പ്രത്യാശയുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്നു. ഹല്ലേലൂയ. മഹത്വത്തിൽ നിന്നുള്ള പ്രത്യാശ അത് ക്രിസ്തുവാണ്. നീതീകരണത്തിനകത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നീതീകരണത്തിനകത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ആ പ്രത്യാശയ്ക്കകത്ത്, ക്രിസ്തുവിൻ്റെ പ്രത്യാശയ്ക്കകത്തായിരിക്കാനാണ്. മഹത്വത്തിലൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രത്യാശ, മഹത്വത്തിൻ്റെ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അത് നീതീകരണത്തിനകത്തൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നു. ഇന്ന് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്കകത്ത് വസിക്കുവാൻ, ക്രിസ്തുവാകുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്കകത്ത് ആയിത്തീരുവാൻ സ്വർഗം ഓരോരുത്തരെയും സഹായിക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശ ആയിരിക്കുന്ന ക്രിസ്തു നമ്മളെ വിടുവിച്ച് സൗഖ്യമാക്കി, ശാപം, രോഗം, പാപം, ഇതിൽ നിന്നെല്ലാം യേശു ക്രിസ്തു ഈ മനുഷ്യരാശിയെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരുന്നു. ക്രൂശിൽ അവൻ സകലതും സഹിച്ചു. എന്ന മഹത്വത്തിൻ്റെ പ്രത്യാശ നമ്മളിൽ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും ക്യാരി ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. ബി എ കാരിയർ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും ക്യാരി ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹോൾ ലൈഫിൽ ക്യാരി ചെയ്യേണ്ട ഈ മഹത്വത്തിലുള്ള പ്രത്യാശ ആയിരിക്കുന്ന ക്രിസ്തു നമ്മളെ ഓരോ നാളും നയിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ കർത്താവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തുവിനെ. അപ്പൻ്റെ വരവ് അടുത്തു. ആ മഹത്വത്തിനകത്ത് നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കണം. ആ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യാശയ്ക്കകത്ത് ഈ നാളുകളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തുവിനകത്ത് നമ്മൾ ഓരോരുത്തരും വസിക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു ഓരോരുത്തരെയും നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലെറ്റ് ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ടതുപോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു ഓരോരുത്തരിലും വസിക്കുമാറാകട്ടെ. ബലപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ദിവസം ദൈവം ഓരോരുത്തരെയും നയിക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.